ബിഗ് ബോസ് മലയാളം സീസൺ 8മായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റുമായിട്ടേ അല്ല ഞാൻ വന്നത്. സീസൺ 7ലെ കണ്ടസ്റ്റന്റ് ആയിരുന്ന നമ്മുടെ രേണു സുധിയെക്കുറിച്ച് രണ്ട് വാക്കുകൾ പറയാൻ വേണ്ടി മാത്രമാണ് വന്നത്. രേണുവിന്റെ ഒരു ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രേണു സുധി ഒരു അഭിമുഖത്തിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. അതിനെ തുടർന്ന് സ്വാഭാവികമായിട്ട് അനുഭാവപൂർവ്വം സഹതാപത്തോടെ പ്രതികരിക്കുന്നവരുണ്ട്. നിങ്ങൾക്കിത് കിട്ടേണ്ടതായിരുന്നു, ദൈവം തന്ന ശിക്ഷയാണ് എന്ന് പറയുന്നവരുണ്ട്. നിങ്ങളിത് ചോദിച്ചു വാങ്ങിയതാണെന്ന് പറയുന്നവരുണ്ട്. അഹങ്കാരം അല്പം കുറഞ്ഞു എന്ന് പറയുന്നവരുണ്ട്. ഒരു പാവം പെൺകുട്ടിയെ ഇനിയും നിങ്ങൾ വേട്ടയാടരുത് എന്ന് പറയുന്നവരുണ്ട്. പൊതുവെ രേണു സുധി കോണ്ടന്റുകൾ നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യാറൊന്നുമില്ല. ബിഗ് ബോസിലുണ്ടായിരുന്ന സമയത്ത് അതിനോടനുബന്ധമായിട്ടൊക്കെ കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അങ്ങനെ രേണു സുധിയുടെ പേഴ്സണൽ ലൈഫും അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും നമ്മുടെ ചാനലിലൂടെയൊന്നും നമ്മൾ അങ്ങനെ പ്രതികരിക്കാറില്ല. അത് അവരുടേത് മാത്രമാണ്. അവരുടെ വ്യക്തിജീവിതമായി തന്നെ കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ അങ്ങനെയുള്ള ടോപ്പിക്കുകൾ അധികം ഒന്നും എടുക്കാറില്ല. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ കഴിഞ്ഞ കുറേ കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ പല രൂപത്തിൽ നിറഞ്ഞു നിന്ന ഒരാളാണ് രേണു സുധി. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്ന നമ്മുടെ സമൂഹത്തിൽ ഒരു പൊതുബോധമുണ്ട്. ആ പൊതുബോധത്തെ മാറ്റിമറിച്ച ഒരാളാണ് രേണു സുധി എന്നത് പറയാതെ വയ്യ. അവര് ഭർത്താവ് മരിച്ചു, അവർക്കാണ് നഷ്ടമുണ്ടായത്. കാണുന്ന പ്രേക്ഷകർക്കോ നാട്ടിലെ മറ്റുള്ളവർക്കോ അല്ല. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായവരിൽ ഒരാൾ രേണു സുധിയാണ്. കാരണം അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന അവരുടെ ഭർത്താവാണ് അവർക്ക് നഷ്ടമായത് എന്നേക്കുമായിട്ട്. പക്ഷെ അവര് തളർന്നിരിക്കാൻ തയ്യാറായില്ല. അവർക്ക് ഒരു കൊച്ചു കുട്ടിയുണ്ട്. ആ ഭർത്താവിൻ്റെ തന്നെ ആദ്യ ഭാര്യയിലുള്ള ഒരു മകനുണ്ട്. സോ ആ കുഞ്ഞിനെ വളർത്താനുള്ള ഉത്തരവാദിത്വം അമ്മ എന്ന നിലയിൽ അവർക്കുണ്ട്. അവർ മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ കയറിയിരുന്നില്ല. എന്നും കണ്ണീരും സഹതാപവും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആരെങ്കിലും വന്ന് സഹായിക്കൂ, ഞാൻ രേണു സുധിയുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് നടന്നില്ല. പക്ഷെ സുധിയോടുള്ള ഇഷ്ടം കൊണ്ടും രേണു സുധിയുടെയും ഫാമിലിയുടെയും ചുറ്റുപാട് കണ്ട് വളരെ വിഷമം തോന്നി ഒരുപാട് പേര് അവരെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നു. പക്ഷേ ഈ സഹായിക്കാൻ വന്ന ആളുകൾ തന്നെ പിന്നീട് രേണു എങ്ങനെ ജീവിക്കണമെന്ന് പറയാൻ തുടങ്ങി. ഞങ്ങൾ അന്ന് നിനക്ക് ആ സഹായമൊക്കെ ചെയ്തതാണ്, ഞങ്ങളുടെ സഹായം നീ വാങ്ങിയത് കൊണ്ട് ഞങ്ങൾ പറയുന്ന പോലെ നീ ജീവിക്കണം എന്ന തരത്തിൽ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. അതവർക്കൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് മാറി. രേണു സുധി അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ തീരുമാനിച്ചു. അവരുടെ ജീവിതമാണ്. പക്ഷെ എന്നോ എപ്പോഴോ അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കണ്ട് സഹായങ്ങൾ ചെയ്ത ആളുകൾ നിങ്ങൾ ഇങ്ങനെ വസ്ത്രം ധരിക്കണം, നിങ്ങൾ ഇങ്ങനെ പോകാവൂ, നിങ്ങൾ സുധിയുടെ ഭാര്യയാണ്, ഇങ്ങനെ ജീവിക്കാവൂ എന്ന് അവരുടെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറഞ്ഞു തുടങ്ങിയപ്പോൾ രേണു സുധിയും പ്രതികരിച്ചു തുടങ്ങി. അതോടെ അവരൊരു അഹങ്കാരിയായിട്ട് മാറി, നന്ദിയില്ലാത്തവരായിട്ട് മാറി, ഒരു മോശക്കാരിയായിട്ട് മാറി, സമൂഹത്തിൽ കൊള്ളരുതാത്തവരായിട്ട് മാറി. അതുവരെ സഹതാപം കൊണ്ട് രേണു സുധിയെക്കുറിച്ച് പറഞ്ഞിരുന്ന ആൾക്കാരൊക്കെ അവരെ ഒരു അഹങ്കാരിയായും മോശം സ്ത്രീയായും ഒക്കെ ചിത്രീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ പലപ്പോഴും നമുക്ക് നേരെ വരുന്ന വിമർശനങ്ങളും നമ്മളെ മറ്റുള്ളവർ കല്ലെറിയുന്നതും നമ്മുടെ ഉയർച്ചയിലേക്കുള്ള ചവിട്ടുപടിയാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. അത് രേണു സുധി കാണിച്ചു. വിമർശനങ്ങളെ പോലും അവരുടെ ജീവിതത്തിലെ തുടർന്നുള്ള ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവർ ഉപയോഗപ്പെടുത്തി. സോഷ്യൽ മീഡിയയിലൂടെ അത്യാവശ്യം വലിയൊരു ഫെയിം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യാൻ പറ്റി. ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും സമൂഹത്തിൽ ഇന്ന് രേണു സുധിയെ അറിയാത്തവർ വളരെ കുറവാണ്. അവർക്ക് ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ കിട്ടുന്നുണ്ട്. ചെറിയ ഒരു വരുമാന മാർഗം സോഷ്യൽ മീഡിയയിലൂടെയും അവരുടെ ആ ഒരു അഭിനയ ജീവിതത്തിലൂടെയും ഒക്കെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അവർക്ക് ജീവിച്ചു പോകാം. ആരുടെ മുമ്പിൽ ഞാൻ ഭർത്താവ് മരിച്ച ഒരു വിധവയാണ്, എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞ് കൈ നീട്ടാതെ, ആരുടെ ആട്ടും തുപ്പും കേൾക്കാതെ സ്വന്തം നിലയ്ക്ക് അവരുടേതായ രീതിയിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാനും ഒക്കെ കഴിയുന്നുണ്ട് എന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ അവരുടെ ഒരു തൻ്റെടവും അല്ലെങ്കിൽ അവരുടെ ഒരു ധൈര്യവും ഒക്കെ തന്നെയാണെന്നത് പറയാതെ വയ്യ. ഇന്നിപ്പോൾ അവർ വെളിപ്പെടുത്തുകയാണ്. അവർ ജീവിതത്തിൽ വലിയൊരു ഒരു ആരോഗ്യ പ്രശ്നത്തെ നേരിട്ട് അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഈ കാലം അത്രയും കടന്നുപോയത്. ഇപ്പോഴും അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരെ സമ്മതിച്ചേ പറ്റൂ. ഒരു സ്ത്രീ എന്ന നിലയിൽ മാത്രമല്ല, ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരുപാട് സോഷ്യൽ മീഡിയ വിചാരണയ്ക്ക് വിധേയമായിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർ. ഒരുപാട് അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ അവരുടെ മനക്കരുത്ത് കൊണ്ട് നേരിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മളുടെ ആരുടെയും ഒരു സഹാനുഭൂതിയോ അനുകമ്പയോ അല്ലെങ്കിൽ ദയയോ ഒന്നും അവർക്ക് ആവശ്യമില്ല. കാരണം അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് അനുഭവിച്ച് ആ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് മുന്നോട്ട് വന്നൊരു സ്ത്രീയാണ്. ഈ ഒരു ആരോഗ്യ പ്രശ്നത്തെയും അവരുടെ മനഃശക്തി കൊണ്ട് തീർച്ചയായിട്ടും മറികടന്ന് മുന്നോട്ട് പോകും. അതിലൊരു സംശയവുമില്ല. പക്ഷേ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മൾ ആർക്കെങ്കിലും ഒരിക്കൽ ഒരു സഹായം ചെയ്തു എന്ന് കരുതി, അതിപ്പോൾ സാമ്പത്തികമായിട്ടോ എന്തോ ആയിക്കോട്ടെ, അത് ചെയ്തു കഴിഞ്ഞാൽ അതവിടെ കഴിഞ്ഞു. പിന്നെ ആ വ്യക്തി നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കണം, നമ്മൾ വിചാരിക്കുന്ന പോലെ വസ്ത്രം ധരിക്കണം, നമ്മൾ വിചാരിക്കുന്ന പോലെ അടങ്ങി ഒതുങ്ങി നിൽക്കണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതി സമൂഹത്തിന് ഒട്ടും നല്ലതല്ല. ഒരാൾക്കൊരു സഹായം ചെയ്തു കൊടുക്കുന്നത് നമ്മൾ നിസ്വാർത്ഥമായ രീതിയിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയാണ് ചെയ്തു കൊടുക്കുന്നത്. അത് കൊടുത്താൽ കൊടുത്തതാണ്. ഒന്ന്, രേണു സുധി എനിക്കൊരു വീട് വെച്ചൊരു എന്ന് പറഞ്ഞിട്ട് ആരെയും വീട്ടിൽ കയറി ഇറങ്ങി നടന്നില്ല.
ആരുടെയും പുറകെ നടന്നില്ല. രേണുസുതിക്ക് ഒരു വീട് കൊടുക്കാനും സ്ഥലം കൊടുക്കാനും ഒക്കെ ആയിട്ട് ആൾക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സാഹചര്യങ്ങൾ കണ്ടപ്പോൾ സ്വയം തോന്നിയതാണ്. അയ്യോ, അവരെ സഹായിക്കണം, ഒരു കൊച്ചുകുട്ടി, ഒരു വലിയ കലാകാരന്റെ ഭാര്യ എന്ന് തോന്നിയിട്ടാണല്ലോ ചെയ്തത്. ആ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരുടെ ജീവിതത്തിൽ കയറി ആവശ്യമില്ലാതെ അഭിപ്രായം പറയാനും ഇടപെടാനും പോകരുത്. അവരെ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ നമ്മൾ അനുവദിക്കണം. നമ്മൾ എന്നോ ഒരു സഹായം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവൻ അവർ നമ്മളോട് കടപ്പെട്ടിരിക്കണം എന്നും വാശി പിടിക്കരുത്. ഇനി ഈ ജീവിതത്തിൽ ഈ അഭിപ്രായം പറയുന്ന, പ്രതികരിക്കുന്ന എല്ലാ മനുഷ്യന്മാരും പെർഫെക്റ്റ് ആണോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റാറില്ലേ? നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ കാണിച്ചിട്ടില്ലേ? നമ്മളൊക്കെ തെറ്റുകൾ പറ്റുമ്പോൾ അത് തിരുത്തി മുന്നോട്ട് വന്നവരല്ലേ? അപ്പൊ ജീവിതത്തിൽ എല്ലാവരും എല്ലാം തികഞ്ഞവരല്ല. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയൂ എന്ന് യേശുക്രിസ്തു പറഞ്ഞതുപോലെ രേണുസുതിയെ വിമർശനങ്ങൾ കൊണ്ട് മൂടുന്നവർ നിങ്ങൾ സ്വയം ഒരു ആത്മപരിശോധന നടത്തുക. ഈ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാവരും, ബാക്കിയുള്ള എല്ലാ മനുഷ്യരും നല്ലവരാണോ? അല്ലെങ്കിൽ നിങ്ങൾ സ്വയം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് മാത്രം ചെയ്തിട്ടുള്ള ആളുകളാണോ? ഇത്രമാത്രം സോഷ്യൽ മീഡിയ വിചാരണയ്ക്കും വിമർശനങ്ങൾക്കും ഒക്കെ ഇരയാകേണ്ടിയിരുന്ന ഒരാളാണോ രേണുസുതി? രേണുസുതിയെ വിമർശിക്കാൻ പാടില്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. രേണുസുതി എന്നല്ല, സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആരെയും നമുക്ക് വിമർശിക്കാം. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അതിനൊരു പരിമിതി വേണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വിമർശനങ്ങൾക്കൊരു ബോർഡർ വയ്ക്കാം. വിമർശനം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ തളർത്താൻ മാത്രമല്ല, ഒരു മനുഷ്യനെ വളർത്താനും സഹായിക്കും. ഇപ്പോൾ ഒരാൾ രാജാവ് നഗ്നനാണെന്ന് പറയാനും ആൾ വേണം. രാജാവിൻ്റെ എല്ലാ പ്രവർത്തികളെയും അനുകൂലിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് രാജാവ് ചെയ്യുന്നത് ചിലപ്പോൾ വലിയ അബദ്ധങ്ങളായി പോകും, രാജ്യം തന്നെ മുടിഞ്ഞു പോകും. അതുപോലെ ഒരു മനുഷ്യൻ്റെ ഒരു കരിയറിൽ അദ്ദേഹത്തിൻ്റെ പിഴവുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാം, അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം. ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം പറയുമ്പോൾ തെറ്റുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ പ്രതികരണങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ നമുക്കത് ചൂണ്ടിക്കാണിക്കാം. പക്ഷെ അതിനൊരു എല്ലാത്തിനും ഒരു ബോർഡർ വേണം എന്നുള്ളതാണ്. ഒരു ലക്ഷ്മണ രേഖ അതിൽ ആവശ്യമാണ്. വിമർശനങ്ങൾ പാടില്ലെന്നോ അല്ലെങ്കിൽ രേണുസുതിയെ വിമർശിച്ചവരെല്ലാം പ്രശ്നക്കാരാണെന്നോ അഭിപ്രായം എനിക്കില്ല. വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങൾ രേണുസുതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നും പറയാൻ പറ്റില്ല, മനുഷ്യനാണല്ലോ. പക്ഷെ വിമർശനങ്ങൾക്കൊരു പരിധി വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമ്മൾ റിയൽ ലൈഫും ഒക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു മനുഷ്യനെ നമുക്ക് പുറമേ നിന്ന് കണ്ടുകൊണ്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഒരു പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. അതിന്റെ പുറം കവർ കണ്ടുകൊണ്ട് നമുക്ക് ആ പുസ്തകത്തിന്റെ ഉള്ളിലെ ഉള്ളടക്കത്തെ വിലയിരുത്താൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഒരിക്കലും ഒരു മനുഷ്യനെയും പുറമേ നിന്ന് നോക്കിക്കൊണ്ട് അയാൾ നല്ലവനെന്നോ മോശമാണെന്നോ പറയാൻ പറ്റില്ല. ഒരാൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ടത് കൊണ്ടോ പെട്ടെന്ന് പ്രതികരിച്ചത് കൊണ്ടോ അയാൾ കുഴപ്പക്കാരനാണെന്നും ഒരാൾ വളരെ സൗമ്യനായി നിന്നതുകൊണ്ട് അയാൾ നല്ലവനാണെന്നും അർത്ഥമില്ല. അപ്പോൾ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ, ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ ഒരു നിമിഷം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ചിലപ്പോൾ ഒരു വർഷം കൊണ്ടോ പോലും നമുക്ക് കഴിയണമെന്നുമില്ല. നമ്മുടെയൊക്കെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന, തമാശകൾ പറയുന്ന ഓരോ മനുഷ്യന്റെ ഉള്ളിലും 100 കനലെരിയുന്നുണ്ടാവും. പല വേദനകളിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത്. പക്ഷേ അവരുടെ നിലനിൽപ്പിന് വേണ്ടി, ഉപജീവനത്തിന് വേണ്ടി, സർവൈവലിന് വേണ്ടിയിട്ട് അവർ തീർച്ചയായിട്ടും അവരുടെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി മറ്റുള്ളവരെ അറിയിക്കാതെ അവരങ്ങനെ ജീവിക്കുകയാണ്. നമ്മുടെയൊക്കെ ചുറ്റിനും നമ്മളിൽ തന്നെ പലരും അങ്ങനെയൊക്കെയാണ്. പല സങ്കടങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും നമ്മളതെല്ലാം മനസ്സിൽ വെച്ചിട്ട് പുറമേ നമ്മളങ്ങ് ജീവിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ വിമർശിക്കാം. ഞാൻ ഈ വിമർശിക്കുന്നവരെ, റിയാക്ഷൻ നടത്തുന്നവരെ ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല. ഇപ്പം നമ്മൾ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ തന്നെ നമ്മൾ ആ ഷോയിലുള്ള കാണുന്ന കാര്യങ്ങൾ വിമർശിക്കുന്നവരാണ്, ശരിയും തെറ്റുകളും ഇഴകീറി പരിശോധിക്കുന്നവരാണ്. പക്ഷെ അതിനും പരമാവധി കഴിയുമെങ്കിൽ ഒരു ബോർഡർ അല്ലെങ്കിൽ ഒരു ലക്ഷ്മണ രേഖ എല്ലാത്തിലും വയ്ക്കുന്നത് നല്ലതാണ്. രേണുസുതിയുടെ കാര്യത്തിൽ പലപ്പോഴും ആ ലക്ഷ്മണ രേഖ താണ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ട്. അവരുടെ മേലുള്ള വിമർശനങ്ങൾ ഒരു ഘട്ടം എത്തിയപ്പോൾ തൊട്ടതിനും പിടിച്ചതിനും അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒക്കെ വിമർശനങ്ങൾ മാത്രം എന്ന നിലയിലേക്ക് പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു സംഭവത്തിൽ രേണുസുതിയുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കപ്പെടട്ടെ. അത് എത്രയും പെട്ടെന്ന് അതിനെയൊക്കെ അതിജീവിച്ചവർക്ക് ജീവിതത്തിൽ കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് വരാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. സ്വാഭാവികമായി ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത രേണുസുതിയെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ എന്നൊക്കെ പറയുന്നത് അവർക്ക് ഉറപ്പായും എളുപ്പത്തിൽ മറികടക്കാൻ കഴിയുന്ന, ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ മാത്രമാണ്. രേണുസുതി ഇതും തീർച്ചയായും അതിജീവിക്കും എന്നതിൽ ഒരു തർക്കവുമില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.